ഹലോ. ഞാൻ പറയുന്നതൊന്നേ മുഴുവനും കേൾക്കാൻ ശ്രമിക്കണേ. നമ്മുടെ അച്ഛനമ്മമാരെ അവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് വളർന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും എല്ലാത്തിനും. ഒരു പക്ഷേ നമ്മളും നമ്മുടെ തലമുറയൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടല്ലേ. എന്നാലേ ഇപ്പോഴത്തെ തലമുറ ഇത് വല്ലതും അനുഭവിക്കുന്നുണ്ടോ? ഇല്ലേ. അവരൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നതെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് സാധിച്ചു കൊടുക്കാൻ അല്ലേ. അവരാഗ്രഹിക്കുന്ന എല്ലാം അവരുടെ കൈക്കുമ്പിളിൽ കിട്ടുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അവർ ഒരു ഒരു കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ആഹാരത്തിൻ്റെ വിലയോ വസ്ത്രത്തിൻ്റെ വില പോലും അറിയുന്നില്ല അല്ലേ. എന്നാലേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണേ, അത് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പറയാറുണ്ട്. എന്താണെന്നറിയോ, എൻ്റെ മക്കളുടെ ബർത്ത്ഡേക്കൊക്കെ അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാണല്ലോ അത്. അവരുടെ ബർത്ത്ഡേക്കൊക്കെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷം ഏതെങ്കിലും അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലോ അവിടെയൊക്കെ കൊണ്ടുപോയി ആഘോഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. എന്നെക്കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല, നാളെ സാധിക്കട്ടെ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ ശ്രമിക്കും അതിനു വേണ്ടി. എന്താ അറിയോ, അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മക്കളുണ്ടല്ലോ, അവരത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകണം ഇങ്ങനെയും കുറേ ജീവിതങ്ങളുണ്ട്, ഇങ്ങനെയും കുറേ ജന്മങ്ങളുണ്ട് അനാഥകളായിട്ട്, ഒന്നും ആരും തിരക്കാൻ പോലും ഇല്ലാതെ അനാഥപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കണം ആഹാരത്തിന് പോലും കൊതിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്താൽ നമ്മളാണ് ഏറ്റവും വലിയ രക്ഷിതാക്കൾ. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. ഞാനത് അങ്ങനെ ചെയ്യും. ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയുന്നൊരു കാര്യമാണ്. കാര്യം ഞാൻ ഒരു വട്ടം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഒരു വീട്ടുകാരെന്നെയും കൊണ്ട് അങ്ങനെ കൊണ്ടുപോകായിരുന്നു. ഒരു വൃദ്ധസദനത്തിൽ പോയിട്ട് അവരുടെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേ അവിടെ ആഘോഷിക്കുന്നത്. അവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ ആ അമ്മമാരുടെ കൂടെ ഇരുന്ന്. അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ, നല്ലതാണെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം നമ്മുടെ മക്കൾ അങ്ങനെയെങ്കിലും നമ്മുടെ മക്കൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാകട്ടെ. കാര്യം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ. ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ജീവിക്കട്ടെന്നേ.